ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഇത്രയും സുതാര്യമല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുമ്പോഴും അതിനെതിരെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു രേഖയും ഹാജരാക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. എക്സോലോജിക്കിൻ്റെ ഒരു പ്രതിനിധിക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ സംശയം നിഴലിൽ നിൽക്കുന്ന, സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് എക്സാലോജിക് മാറുകയാണല്ലോ. അതിനിടയ്ക്കാണ് ഈ മരവിപ്പിക്കൽ തീരുമാനവും വന്നത്. അതിൽ പോലും അപേക്ഷയിൽ കൃത്രിമം കാട്ടിയെന്നാണല്ലോ കൃത്യമായിട്ട് ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ എത്ര നിയമലംഘനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഈ ROCയുടെ റിപ്പോർട്ട് പ്രകാരം, ശ്രീ ആനന്ദ് കൊച്ചുകൂടി? ഈ ROCയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ മഞ്ജുഷ്, നമുക്കറിയാം ഇതിൽ ഒത്തിരി നിയമലംഘനങ്ങളും ഒത്തിരി അഴിമതിയും നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന്. ഈ വാർത്ത തുടക്കത്തിൽ ഈ അഴിമതിയെക്കുറിച്ചുള്ള ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഈ ഉത്തരവ്, അതിൻ്റെ വാർത്ത മനോരമയിൽ വരുന്ന ദിവസം മുതൽ CPM എടുത്തിരിക്കുന്ന ഇതിൻ്റെ അകത്തെ പ്രതിരോധം, അത് വസ്തുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഒരു കുലബന്ധവുമില്ലാത്ത ന്യായീകരണങ്ങളാണ്. മുഴുവൻ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധങ്ങളാണ്. അതായത് ഇവിടെ കേന്ദ്ര സർക്കാർ ഞങ്ങളെ വേട്ടയാടുന്നു, ഞങ്ങൾ ഇവിടെ CPM സർക്കാരിനെ ഇല്ലാതാക്കാൻ നോക്കുന്നു, പിണറായി വിജയനെ ഇല്ലാതാക്കാൻ നോക്കുന്നു, ഇവിടെ എന്തുകൊണ്ടാണ് ഒരു പ്രമുഖൻ്റെ മകൾ എന്ന് എഴുതി വച്ചിരിക്കുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പേര് അതിലുള്ളത്, പിന്നെ മുഖ്യമന്ത്രിയുടെ ഇതിൻ്റെ അകത്ത് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ നോക്കുക. അദ്ദേഹം നിയമസഭയിൽ പച്ചക്കള്ളം പറയുന്നു. അദ്ദേഹം പറയുന്നു PV എന്നാൽ പിണറായി വിജയൻ എന്ന് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ല എന്ന്. കാരണം ഈ റിപ്പോർട്ട് മുഴുവനായിട്ട് മലയാള മനോരമയോ ഏതും പത്രമോ ചാനലോ ഒന്നും പുറത്തുവിടുന്നില്ലല്ലോ. ഈ റിപ്പോർട്ട് മുഴുവനായിട്ട് വായിച്ചിട്ടുള്ള കേരളത്തിൽ ഒരു 1000 പേരോ ഒരു 5000 പേരിൽ താഴെ എന്തായാലും ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അത് PV എന്നാൽ പിണറായി വിജയൻ തന്നെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ CPM വോട്ട് ചെയ്യുന്ന അടിമകളൊന്നും ഇത് വായിക്കാൻ സാധ്യതയില്ല എന്നും കരുതി അവരെ ഇങ്ങനെ അങ്ങോട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് പണ്ട് ഈ സ്വർണ്ണക്കടത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒക്കെ നടത്തിയ ആ ന്യായീകരണങ്ങൾ പോലെ ഇതുപോലെ കൊണ്ട് ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ മതി, ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ടല്ലേ സനോജ് ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനു മുൻപ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ആനന്ദ് കൊച്ചുകൂടി അല്ലല്ല, നിങ്ങൾ സ്വതന്ത്ര നിരീക്ഷകനായി വന്നിരുന്നിട്ട് ഇമാതിരി വർത്താനം പറയരുത്. CPM വോട്ട് ചെയ്യുന്ന അടിമകളോ? ജനങ്ങളെ നിങ്ങൾ അടിമകളെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. അതൊന്നും ഒരു അന്തസ്സുള്ള ഒരു സ്വതന്ത്ര നിരീക്ഷകന് പറ്റിയ വർത്താനമല്ല. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പറയുകയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പറയണം. നിങ്ങൾ സ്വതന്ത്ര നിരീക്ഷകന്റെ വേഷം കെട്ടിയിട്ട് CPM ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളെ അടിമകളെന്ന് വിശേഷിപ്പിക്കാനൊന്നും അത് വേണ്ടതില്ല. നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ ചർച്ചയിൽ വന്നിരുന്ന് നിങ്ങളെ വിമർശിക്കണമെന്ന് പറയാൻ എന്താണ് നിങ്ങൾക്ക് കാര്യം? ഇപ്പോ ഇവിടെ കേന്ദ്ര സർക്കാരിനാണെങ്കിലും കേരള സർക്കാരിനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അധികാരത്തിലിരിക്കുന്ന ഏത് സർക്കാരിനെ വിമർശിക്കാം എന്നുള്ളത് എന്റെ അവകാശമാണ്. അതില് ഞാൻ ഈ അടിമ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് കാരണം പലപ്പോഴും ഒരു രാഷ്ട്രീയ അല്ല, നിങ്ങൾ ഏത് അടിമയാ? നിങ്ങൾ കോൺഗ്രസിന്റെ അടിമയാണ്. നിങ്ങൾ കോൺഗ്രസിന്റെ അടിമയാണ്. ആ അടിമപ്പണിയാണ്. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഒരു ചാനലിന്റെ ക്യാമറമാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അടിയിൽ എഴുതി വെക്കണം അങ്ങനെയാ കോൺഗ്രസ് അടിമ എഴുതേണ്ടത്. ആണമുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറയാൻ? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യൂ. ഞാൻ ഈ പണി നിർത്താം. നിങ്ങൾക്ക് ഈ ആരോപണം സ്ഥാപിക്കാൻ ഞാൻ ഈ ചാനലിൽ വരുന്നത് നിർത്താം. എനിക്ക് കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ ആരോപണം നിങ്ങൾ സ്ഥാപിച്ചെടുക്കും. ഞാൻ ഈ പണി നിർത്താം. ഉണ്ടോ? ധൈര്യമുണ്ടോ? ഞാൻ ഈ തർക്കത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹം അല്ലല്ല, ഈ ആനന്ദ് കൊച്ചുകൂടി അല്ലല്ല, ഭരണത്തിലിരിക്കുന്ന ആരെയും വിമർശിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ CPM ഭരിക്കുന്നതുകൊണ്ട് അല്ല, വിമർശനം കൂടുതലായിട്ട് ഭരണപക്ഷത്തുള്ളവർ നേരിടേണ്ടി വരും. അതേയുള്ളൂ ശ്രീ VK സനോജ്. അതിന് അദ്ദേഹം ഒരു അടിമയാണെന്ന് പറയാൻ പറ്റുകയില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ തുടർന്നോളൂ. താങ്കൾ അടിസ്ഥാനത്തിലാണ് താങ്കൾ സ്വതന്ത്ര വേഷം കെട്ടിയിട്ട് അടിമ എന്നും മറ്റേ വർത്താനം പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരും? ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ ഒരു ക്യാമറാമാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹം വരുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു കണ്ണൂരിൽ നിന്നാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, ഞാൻ പാലക്കാടുള്ള ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കണ്ണൂർ ഭാഗത്തൊക്കെ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, ഞാൻ പാലക്കാട്
ഇന്ന പഞ്ചായത്ത് ഇന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, അവിടെ CPM-ൻ്റെ കുത്തകയായിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടെ നിങ്ങൾ CPM-ൻ്റെ ആളല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ബോയ്ക്കോട്ട് പോലെയുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ CPM ഇതുപോലെയുള്ള പല രീതിയിലുമാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വോട്ട് ചെയ്യുന്ന ഈ പേടിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അടിമകൾ എന്നല്ലാതെ ഉടമകളൊന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ CPM-ൻ്റെ തത്വവും അതിൻ്റെ മാർക്സിസ്റ്റ് തത്വശാസ്ത്രവും ഒക്കെ പഠിച്ച് അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റുമോ? ഈ CPM ഇതുപോലെ വോട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് മറ്റു പാർട്ടികൾക്കും ഉണ്ടാവും, പക്ഷേ CPM-ന് അത് താരതമ്യേന കൂടുതലാണ്. അപ്പോൾ അവർക്ക് കുറെ അടിമകളുണ്ട്. വസ്തുതകളിലേക്ക് വരൂ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കൾ വസ്തുതകളിലേക്ക് വരൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു, അത് ചർച്ചയിൽ ഉണ്ടാകാറുള്ളതാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കൾ വസ്തുതകളിലേക്ക് വരൂ. ഈ ROC-യുടെ റിപ്പോർട്ട് അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, താങ്കൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്, അത് വായിച്ചിട്ടുള്ളവർ വിരളമാണ്. അവിടെയാണ് PV എന്നുള്ളത് പിണറായി വിജയൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി അതിനെ തള്ളിക്കളയുകയാണ്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സുതാര്യമായിട്ടാണ് ഈ അന്വേഷണം, സുതാര്യമായിട്ടാണ് രണ്ട് കമ്പനികളും തമ്മിലുള്ള ഇടപാട് നടന്നത്. അത് മാത്രമല്ല, എക്സാലോജി കമ്പനി ഉടമയെ, അതായത് തൻ്റെ മകളെ കേട്ടിട്ടില്ല കേന്ദ്ര ഏജൻസി എന്ന്, പക്ഷേ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയുമ്പോൾ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനെക്കുറിച്ച് കൂടി താങ്കളുടെ വിലയിരുത്തൽ. ഈ അടിമ പ്രയോഗം മതിയാക്കാം നമുക്ക്. ഇതിൽ തുടക്കം മുതൽ CPM പറയുന്ന CPM-ന്റെ ന്യായീകരണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് വേട്ടയാടലാണ്, ഇത് കേന്ദ്ര സർക്കാർ അവരെ വേട്ടയാടുന്നു എന്ന ഒരു പോയിന്റിലേക്ക് ചുരുക്കുന്നത് അതുകൊണ്ടാണ്. ഇതിൽ വസ്തുതാപരമായി CPM എന്തെങ്കിലും ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ അതിൻ്റെ ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന ROC റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവിടെ സനോജോ അല്ലെങ്കിൽ CPM-ന്റെ ഈ സംസ്ഥാന സെക്രട്ടറി മുതലായിട്ട് ഉള്ള ഇന്ന് AK ബാലനോ ആരെങ്കിലും എന്തെങ്കിലും വസ്തുതയ്ക്ക് ആയിട്ട് എന്തെങ്കിലും കുലബന്ധമുള്ള കാര്യങ്ങൾ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ഇത് രാഷ്ട്രീയമാണ്, ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വസ്തുതാപരമായി ഒന്നും അവർക്ക് സമർത്ഥിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. GST അടച്ചു എന്നതിന്റെ രേഖകൾ വന്നുവല്ലോ എന്ന് ഒരു കാര്യം പറഞ്ഞു CPM. ഇപ്പോൾ സനോജ് ഇവിടെ പറഞ്ഞിരുന്നു GST അടച്ചിരുന്നുവല്ലോ, GST അടച്ചില്ല എന്നായിരുന്നുവല്ലോ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന്. GST അടച്ച കാര്യം മാത്രമാണ് രേഖയായിട്ട് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ROC റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇത് മണി ലോണ്ടറിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ROCക്ക് വ്യക്തമാവുകയാണ്. കാര്യം കരാറൊന്നുമില്ല, അക്കൗണ്ടിലൂടെ അങ്ങോട്ട് കുറച്ച് പണം ഇട്ടുകൊടുത്തു ഒരു രേഖയുടെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനാണ് പറഞ്ഞത് സേവനം നൽകാതെ പണം വാങ്ങി. അപ്പോൾ അവിടെ മണി ലോണ്ടറിങ് വന്നിട്ടുണ്ടല്ലോ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, എന്തെങ്കിലും അപാകതയുണ്ടോ ROC-യുടെ റിപ്പോർട്ടിൽ? ഇതിൽ ഈ ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു കമ്പനി അവർക്ക് ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും കൺസൾട്ടൻസിനെ നിയമിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവന ദാതാക്കളെ അവർക്ക് നിയമിക്കണമെങ്കിൽ അവർ ഒന്നെങ്കിൽ പരസ്യം ചെയ്യും, അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ അതിന് ഒരു നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും ഉണ്ടാകും. അതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ കമ്പനിയുമായിട്ട് ഈ CMRL എന്ന കമ്പനി, കേരളത്തിൻ്റെ KSIDC, കേരളത്തിൻ്റെ പൊതുമേഖലയിലുള്ള KSIDC എന്ന സ്ഥാപനത്തിന് 15% ഓഹരിയുള്ള CMRL എന്ന കമ്പനി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് മാസം തോറും 5 ലക്ഷവും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിന് മാസം തോറും 3 ലക്ഷവും മാസപ്പടിയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അറിയില്ല ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന്. പിന്നീടാണ് ഈ ഇൻകം ടാക്സിൻ്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഉത്തരവിൽ പറയുന്നത് 135 കോടി പലതരത്തിൽ CMRL പലതരത്തിൽ പല നേതാക്കൾക്ക് ഇവിടെ കോഴയായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കോഴയിൽ ഒരു ഭാഗം മാത്രമാണ്, അതിൻ്റെ അകത്ത് 1.72 കോടി ഇതിൽ കൃത്യമായിട്ടും ഈ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട കോഴ റൂട്ട് ചെയ്ത് അത് മകളുടെ പേരിൽ വൈറ്റ് മണിയായിട്ട്, വെള്ളപ്പണമായിട്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന രീതിയിൽ മകളുടെ കമ്പനിയിൽ വൈറ്റ് മണിയായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും ഉള്ളത്, ഇപ്പോൾ ROC-യുടെ റിപ്പോർട്ടിലും ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് CPM-ന് ഒരു തരത്തിലുമുള്ള ഒരു ഡിഫൻസ് ഇല്ല. ശരി, ശ്രീ സനോജ് മറുപടി. ഇവിടെ ആദ്യം ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കോൺഗ്രസ് അടിമയാണല്ലോ വെച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസ് അടിമ പറഞ്ഞത് പ്രകാരം പാലക്കാട് ഏതോ ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു മാധ്യമ സംഘത്തെ
മഞ്ജുഷെ ഒന്ന് ഇയാളുടെ കൂടെ അയക്കണം, എന്നിട്ട് അവിടെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ന്യൂസ് 8 ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ടി വി ചർച്ചയിൽ വന്നിട്ട് CPM ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ കൊട്ടേഷൻ എടുത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ സ്ഥിരം പ്രയോഗങ്ങളിൽ ഒന്നാണ് ഈ പാർട്ടി ഗ്രാമവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇന്ന് ഇത്രയും സോഷ്യൽ മീഡിയ സംവിധാനവും ഇത്രയേറെ വാർത്താവിനിമയ സംവിധാനമൊക്കെയുള്ള ഈ കേരളത്തെക്കുറിച്ച് ഇമാതിരി വർത്തമാനങ്ങൾ ഇയാളെപ്പോലുള്ള ആളല്ലാതെ വേറെ ആരും ഈ ചാനൽ ചർച്ചയിൽ പറയില്ല. അതുകൊണ്ട് ന്യൂസ് 8 അടിയന്തരമായും ഈ ആനന്ദ് കൊച്ചുവിൻ്റെ കൂടെ ഒരു സംഘത്തെ വിട്ട് അവിടെയുള്ള വാർത്തകളൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് സാന്ദർഭികമായിട്ട് ആവശ്യപ്പെടുകയാണ്.